ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മല്ലൂസ് കുക്കിംഗ് ഹട്ടിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് പുറം ഭാഗം നല്ല ക്രിസ്പി ആയിട്ടുള്ള ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ചിക്കൻ ഫിംഗേഴ്സ് ആണ്. നമ്മൾ കടയിൽ നിന്നൊക്കെ കഴിക്കുന്ന അതേ ടേസ്റ്റിൽ നമുക്ക് എളുപ്പത്തിൽ വീട്ടിലും തയ്യാറാക്കി എടുക്കാം. അപ്പൊ ഈ ചിക്കൻ ഫിംഗേഴ്സ് എങ്ങനെയാ തയ്യാറാക്കി എടുക്കുന്നതെന്നൊന്ന് നോക്കാം. അപ്പൊ നമ്മുടെ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അപ്പം നമ്മുടെ നല്ല ക്രിസ്പി ആയിട്ടുള്ള ഈ ചിക്കൻ ഫിംഗേഴ്സ് എങ്ങനെയാ തയ്യാറാക്കി എടുക്കുന്നതെന്നൊന്ന് നോക്കാം. അപ്പൊ അതിനായിട്ട് ഞാൻ 250 ഗ്രാം അളവില് ചിക്കനാണ് എടുത്തിട്ടുള്ളത്. എല്ലില്ലാത്ത ചിക്കനാണ് എടുത്തിട്ടുള്ളത്. ചിക്കൻ ബ്രസ്റ്റ് വാങ്ങിയതിനു ശേഷം ഇതുപോലെ നീളത്തിനൊന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുള്ളതാണിത്. നമ്മൾ ചിക്കൻ ബ്രസ്റ്റ് വാങ്ങി കട്ട് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഇഷ്ടമുള്ള സൈസിനനുസരിച്ചിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള മസാലകളൊന്ന് ചേർത്ത് കൊടുക്കണം. അപ്പൊ അതിനായിട്ട് ആദ്യം നമുക്ക് ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് 1 സ്പൂൺ അളവിൽ ചേർത്ത് കൊടുക്കാം. ഇതിന്റെ കൂടെ തന്നെ 1 സ്പൂൺ അളവിൽ സോയാ സോസും 1 സ്പൂൺ അളവിൽ ടൊമാറ്റോ കെച്ചപ്പും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് മുളക് പൊടിയാണ്. ഞാൻ 1/2 ടീസ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ കൂടെ തന്നെ 1/2 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിച്ചതും കൂടി ഒന്ന് ചേർത്തതിന് ശേഷം പിന്നെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് മുട്ടയാണ്. അപ്പൊ ഞാൻ ഒരു മുട്ടയൊന്ന് പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ സ്പൂൺ വെച്ചിട്ടാണ് ഇത് മിക്സ് ചെയ്തെടുക്കുന്നതെങ്കിൽ മുട്ട നല്ലതുപോലെ ഒന്ന് കലക്കിയതിന് ശേഷം വേണം ഈ ഒരു ചിക്കനിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മുട്ടയൊക്കെ നല്ലതുപോലെ ഒന്ന് ഉടഞ്ഞ് മസാലയുമായിട്ട് നന്നായിട്ടൊന്ന് ചേർന്ന് വരണം. ആ ഒരു രീതിക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം. മുട്ട നന്നായിട്ട് ഉടഞ്ഞ് വന്നാൽ മാത്രമേ നമുക്ക് ഈ ചിക്കനുമായിട്ട് നന്നായിട്ടൊന്ന് പിടിച്ചു വരുള്ളൂ. ആ ഒരു രീതിക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് എടുത്തതിന് ശേഷം നമുക്കൊരു അരമണിക്കൂർ ഇതൊന്ന് മസാല പിടിക്കാനായിട്ടൊന്ന് മാറ്റി വെക്കാം. അരമണിക്കൂർ തൊട്ട് 1 മണിക്കൂർ വരേക്ക് നമുക്ക് മസാല പിടിക്കാനായിട്ട് മാറ്റി വെക്കാവുന്നതാണ്. കുറഞ്ഞത് അരമണിക്കൂറെങ്കിലും മസാല പിടിക്കാനായിട്ടൊന്ന് മാറ്റി വെക്കാം. ഇനി അരമണിക്കൂറിന് ശേഷം നമുക്കിതൊന്ന് ഫ്രൈ ചെയ്യാനായിട്ട് എടുക്കാവുന്നതാണ്. നമ്മുടെ ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കുന്നതിന് മുമ്പായിട്ട് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള മൈദയൊന്ന് റെഡിയാക്കി എടുക്കണം. അതിനായിട്ട് ഒരു ബൗളിലേക്ക് 1/2 കപ്പ് അളവിൽ മൈദ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് മുളക് പൊടിയും കൂടി ഒന്ന് ചേർത്തതിന് ശേഷം നല്ലതുപോലെ ഇത് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ മസാല പിടിക്കാനായിട്ട് മാറ്റി വെച്ചിട്ടുള്ള ചിക്കൻ പീസ് ഓരോന്നായിട്ട് എടുത്ത് ഈ മൈദയിൽ നല്ലതുപോലെ ഒന്ന് കോട്ട് ചെയ്ത് എടുക്കാം. നന്നായിട്ടൊന്ന് കോട്ട് ചെയ്ത് എടുത്തതിന് ശേഷം നമുക്ക് ചെറുതായിട്ട് ഇതൊന്ന് കുടഞ്ഞ് എടുക്കണം. ചെറുതായിട്ടൊന്ന് കുടഞ്ഞെടുക്കുന്ന സമയത്ത് ഇതിൽ ഒട്ടിപ്പിടിച്ചിരിക്കുന്ന മാവൊക്കെ ഒന്ന് മാറി നമുക്ക് ഈ ഒരു പരുവത്തിലൊന്ന് നമ്മുടെ ചിക്കൻ പീസ് കിട്ടും. ഇതുപോലെ നമുക്ക് മസാല പുരട്ടി വെച്ചിട്ടുള്ള എല്ലാ ചിക്കനും മൈദയിലൊന്ന് മുക്കിയെടുത്തതിന് ശേഷം ഫ്രൈ ചെയ്യാനായിട്ട് തുടങ്ങാം. അപ്പൊ അതിനായിട്ട് ആവശ്യത്തിനുള്ള എണ്ണയൊന്ന് ചൂടാകാനായിട്ട് വെക്കാം. എണ്ണ ചൂടായതിനു ശേഷം മീഡിയം ഫ്ലെയിമിലോട്ട് വെച്ചിട്ട് വേണം ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. ഇല്ലാന്നുണ്ടെങ്കിൽ പുറം ഭാഗം പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോവും. ആവശ്യത്തിനുള്ള ചിക്കനൊക്കെ ഒന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു സൈഡ് ഒന്ന് വെന്ത് കഴിയുമ്പോഴത്തേക്കും നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. 2 സൈഡും നല്ലതുപോലെ ഒന്ന് വെന്ത് നല്ലൊരു ഗോൾഡൻ കളറായി വരുന്നവരേക്കും ഒന്ന് ഫ്രൈ ചെയ്ത് എടുക്കാം. ഇപ്പൊ ചിക്കനൊക്കെ നല്ലതുപോലെ ഒന്ന് വെന്ത് നല്ലൊരു ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട്. ഈ ഒരു സമയം നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാവുന്നതാണ്. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള ചിക്കനും എല്ലാം ഒന്ന് ഫ്രൈ ചെയ്ത് എടുക്കാം. അപ്പൊ ഇത്രയേ ഉള്ളൂ. നല്ല അടിപൊളിയായിട്ടുള്ള ചിക്കൻ ഫിംഗേഴ്സ് റെഡി ആയിട്ടുണ്ട്. അപ്പൊ എന്തായാലും ചിക്കൻ വാങ്ങുന്ന സമയത്ത് ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ പുതിയൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. അതുവരെ താങ്ക് യു, ബൈ.